71,934 വീടുകൾ നിർമ്മിച്ചു. അപ്പോൾ 32,751 വീടുകൾക്ക് മാത്രമാണ് PMAY ഗ്രാമീണിൻ്റെ 72,000 രൂപ വീതമുള്ള സഹായം ലഭിച്ചത്. PMAY അർബന്റെ ഭാഗമായി 80,259 വീടുകൾക്ക് 1,50,000 രൂപ കേന്ദ്രം നൽകി. ഈ രണ്ട് പദ്ധതികളിലെയും ഗുണഭോക്താക്കൾക്ക് ബാക്കി സംഖ്യ കൂട്ടി 4 ലക്ഷം രൂപ തികച്ചു നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. എല്ലാം ചേർത്താലും ആകെ 1,13,1010 വീടുകൾക്ക് 30.38% വരിക. മാത്രമാണ് നാമമാത്രമായ കേന്ദ്ര സഹായം ലഭിച്ചത്. ബാക്കി 2,58,924 വീടുകളും പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവിലാണ് നിർമ്മിച്ചത്. ലൈഫ് മിഷന് വേണ്ടി ഇതിനകം ആകെ ചെലവിട്ടത് 17,104,87 ലക്ഷം രൂപയാണ്. ഇതിൽ കേന്ദ്രം നൽകിയത് 2,081 കോടി രൂപയാണ്. അതായത് വെറും 12.17%. ബാക്കി 87.83% തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു ബ്രാൻഡിങ്ങിനും തയ്യാറല്ല. കാരണം ഓരോരുത്തരുടെയും വീട് ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ ലൈഫ് പദ്ധതി കീഴിൽ നിർമ്മിക്കുന്ന ഈ വീടുകളിൽ കേന്ദ്ര പദ്ധതിയുടെ ബോർഡ് വെക്കണം, അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന ചെറിയ വിഹിതം പോലും അനുവദിക്കുകയില്ല. ഇതാണ് കേന്ദ്ര ധനമന്ത്രാലയം എടുത്തിരിക്കുന്ന നിലപാട്. സംസ്ഥാനങ്ങൾ കുറഞ്ഞത് 40% ചെലവഴിക്കുകയും നടത്തിപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന പദ്ധതികളുടെ നേട്ടങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. അവ കേന്ദ്ര പദ്ധതികളായി ബ്രാൻഡ് ചെയ്യണം എന്നാണ് നിർബന്ധം. ഇല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കും എന്ന നിലപാടാണ് എടുക്കുന്നത്. ഈ സമീപനം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്നതാണ്. ഇതിൻ്റെ പേരിൽ കേരളത്തിന് 2023-24 സാമ്പത്തിക വർഷത്തിൽ മൂലധന ചെലവിനായുള്ള വായ്പാ സഹായമായി ലഭിക്കാനുള്ള 3,000 കോടി രൂപയും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായ 600 കോടി രൂപയും തടഞ്ഞു വെച്ചിരിക്കുന്നു. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് UGC ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതിനുള്ള 750 കോടി രൂപ ഗ്രാൻറ്റുകൾ തടഞ്ഞു വെച്ചു. കേന്ദ്ര നിർദ്ദേശപ്രകാരം ശമ്പള പരിഷ്കരണം നടപ്പാക്കി കൊടുത്തു തീർത്ത പണമാണ് ഇങ്ങനെ മുടക്ക് ന്യായം പറഞ്ഞ് തടഞ്ഞത്. ഗ്രാൻറ്റുകളും മറ്റും ധനകാര്യ കമ്മീഷന്റെ ധനസഹായത്തിൻ്റെ 20% താഴെ മാത്രമേ വരൂ. 80% നികുതി വിഹിതമാണ്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് അത് ഡിവിസിബിൾ പൂളിൻ്റെ 3.8% അത് 14ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 2.5% കുറഞ്ഞു. 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് വീണ്ടും കുറഞ്ഞു, 1.1%
9%